ബാക്കിയുള്ള ആൾക്കാരൊക്കെ പേടിച്ചു ബ്രോ. ഇത് നിങ്ങൾ ഓടിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം ബ്രോ. ആ ഡൗൺ ഷിഫ്റ്റ്സ് എടാ, നമ്മൾ കാലിട്ട് കഴിഞ്ഞാൽ വണ്ടി ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് അടുത്ത് പുള്ള് ചെയ്യാൻ വേണ്ടി. മാൻ, ഐ ഡോണ്ട് നോ മാൻ. ഓ ഇതുകൂടെ പടക്കോ. ഇത് മാനുവൽ. ഇത് നീ ഷിഫ്റ്റർ വെച്ചാണോ ഡൗൺ ചെയ്യണം? അല്ല, ഞാൻ സ്പോർട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പാഡിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സ്പോർട്ടിലാണ് കിടക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടാണോ ശബ്ദം തന്നെ ഡൗൺ ആവും? അത് ഇത് DCT ആയിരുന്നു. അത് ശരിക്കും ഗിയേഴ്സ് ഉണ്ട്. ഓക്കെ. DCT അല്ല, ഡുവൽ ക്ലച്ച് DSG എന്ന് പറയുന്ന ഫോക്സ്വാഗൻ്റെ. ഞാൻ ഇപ്പോൾ പാഡിൽ ഉപയോഗിച്ച് കാണിച്ചു തരാം. ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഉണ്ടോ? ഓക്കെ. എടാ നോക്കണം, 40 PSI ബൂസ്റ്റ്. എടാ ഞാനവിടെ പുള്ളി ചെയ്തപ്പോ എത്ര സ്പീഡിലാ വന്നേന്ന് പോലെ നോക്കിയില്ല. ഞാൻ ഫുൾ ഓൺ ത്രോട്ടിൽ കൊടുക്കുമായിരുന്നു. ഞാനതാ നീ ചവിട്ടിയ സമയത്ത് ദൈവമേ വണ്ടി പോണ്ട്, പക്ഷെ സ്പീഡൊന്നും നോക്കാൻ പറ്റിയില്ല ഒരു എക്സൈറ്റ്മെന്റില്. എടാ ലിറ്ററലി എന്നെ സീറ്റിൽ നിന്ന് പുള്ളി ചെയ്യുക ബാക്കോട്ട്. ഇനി മതി ഈ സൈഡൊക്കെ ഞാൻ ഓടിക്കട്ടെ. നീ ഇപ്പോൾ ഓടിക്കേണ്ടത്, എനിക്ക് ടൈം ആയിട്ടില്ല ബ്രോ. എനിക്ക് വണ്ടിയുടെ വേറെ ഒന്നും ചെക്ക് ചെയ്യാൻ പോലും എനിക്ക് തോന്നണില്ല. അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഫീച്ചേഴ്സ് ഒന്നും എനിക്ക് എടുത്ത് നോക്കണമെന്ന് പോലുമില്ല. എനിക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കിത് ഇത് ലൈക്ക് നമ്മൾ കാലെടുത്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി നമ്മൾ പുള്ള് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ആ ടർബോയുടെ സ്പൂള് കണ്ടോ? ഓ കാർഗാസം. എന്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൈക്ക് എക്സോസിന്റെ അടുത്ത് വെച്ചിട്ട് അപ്പോഴാ ശബ്ദം ശരിക്കും കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. ഒന്നും പറയാനില്ല, അതുകൊണ്ട് എങ്ങനെ മിണ്ടാണ്ടിരിക്കണേ. കാരണം വണ്ടിയുടെ ആ ഒരു സൗണ്ടും ഒരു സംഭവം കേട്ടിട്ട് നമുക്ക് വണ്ടിയുടെ എക്സോസിനോട്ട് നിർത്തിയിട്ടിട്ട് കേൾക്കാം. എടാ ചവിട്ടിക്കോ. എന്റെ മോനെ പുറത്ത് ഇതില് വെച്ച അവന്മാരൊക്കെ പേടിച്ചു പോയിണ്ടാവും. വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ട് കാണിച്ചു തരാം. നൈസാട്ടോ, വണ്ടി കൊള്ളാം. നീ എക്സോസിന്റെ അടുത്ത് പോയി നിൽക്ക്. ചെവിയൊക്കെ അടിച്ചുപോയി എന്റെ മോനെ. ഗോൾഫ് ആറിന്റെ ആർ ബാഡ്ജിങ് ഉണ്ട് സീറ്റിലൊക്കെ. ഞാൻ അത്ര പുള്ളി ചെയ്യില്ല, എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. കാരണം ആദ്യമായിട്ട് ഇത്രയും പവറുള്ളൊരു വണ്ടിയാണ് ഓടിക്കണേ. അതുകൊണ്ട് അത്ര പുള്ളി ചെയ്യുന്നില്ല. അറിയാം, എനിക്ക് വണ്ടിയുടെ സൗണ്ടും അതൊക്കെ കേട്ട് എനിക്കൊരു പേടിയുണ്ട്. എന്താ പറയുക, ഒരു രക്ഷയില്ല. ലൈക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വണ്ടി ഓടിക്കണം. ലൈക്ക് ഇത്രയും സൗണ്ടൊക്കെ ഉള്ള എൻ്റെ കയ്യിൽ പണ്ട് ഞങ്ങളുടെ കയ്യിലൊരു WRX ഉണ്ടായിരുന്നു. അതിൻ്റെ എക്സോസ് നോട്ട് ഭീകര. അതെനിക്ക് മാനുവൽ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഓടിക്കാറില്ല. ഇത് പക്ഷെ ഇത് ലൈക്ക് മാനുവൽ ഗിയർ DSG എന്നാണ്. ഡുവൽ ക്ലച്ച് ആണ്. പക്ഷെ ഫോക്സ്വാഗൻ DSG, ഫോക്സ്വാഗന്റെ ട്രാൻസ്മിഷൻ ആണ് DSG. ഇത് ചവിട്ടണം പക്ഷെ നല്ല നീ ഒന്ന് ചവിട്ട്, നീ ഒന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ട്. പറഞ്ഞ ഞാൻ ആ ട്രക്കൊക്കെ വരുന്നതിന് മുന്നേ ഇവിടെ കുറെ ഇന്റർസെക്ഷൻ ഉണ്ട്, അവിടെ നിന്നൊക്കെ ഓരോ ട്രക്കുകൾ. ഞാൻ അടുത്ത ലൈനിലേക്ക് മാറും.
അത് വലിച്ചു കൊണ്ടുപോ ബാക്കിലേക്ക്. ഒരു രക്ഷ, ഒന്നും പറയാനില്ല. അതെ, ഒന്നും പറയാനില്ല. ഞാൻ വേർത്ത് കുളിക്കുകയാണ്. പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് അതൊന്നും നോക്കണല്ല. ഇപ്പൊ എന്താ ചെയ്ത്? ബ്രേക്ക് കിട്ടി. ബ്രേക്ക് കിട്ടിയപ്പോ ഡൗൺ ഷിഫ്റ്റ് ചെയ്താ വണ്ടി തന്നെ. ഡൗൺ ഷിഫ്റ്റ്സ് ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. അയ്യോ, അത് ചവിട്ടുമ്പോ വണ്ടി അങ്ങ് കേറ്. 80, 90, 100 എത്തണ അറിയണില്ല. സ്പീഡ് കയറുന്ന അറിയുന്നില്ല. ഞാൻ കാര്യമായിട്ട് പറയാം, ഞാൻ നമ്മുടെ ടൗണിൽ നമ്മൾ ഈ ഹൈവേ കയറ്റിയില്ലേ, കയറ്റുമ്പോൾ ഞാൻ ത്രോട്ടിൽ ഫുൾ ഓൺ കൊടുക്കുമായിരുന്നു. ഞാൻ സ്പീഡ് നോക്കിയിട്ടില്ല. എന്റെ പുറകെ പോലീസിനെ എന്നെ പൊക്കി അവിടെ വെച്ച് 200 കിലോമീറ്റർ ഉണ്ടാവും. കാരണം ഞാൻ മിക്കവാറും ഹോണ്ട ഫിറ്റ്, കൊറോള അങ്ങനെയുള്ള വണ്ടികൾ ഓടിച്ചിട്ടുള്ളൂ അധികം ഇവിടെ വന്നിട്ടും. ഒരുപാട് ഹയർ CC വണ്ടികൾ ഓടിച്ചിട്ടുള്ളൂ. പിന്നെ എക്സോസ്റ്റ് മാറ്റിയ വണ്ടിയൊക്കെ ഞാൻ ആദ്യമായിട്ട് ഓടിക്കണം. അതുകൊണ്ട് വണ്ടി ഇത് 110 ഒന്നും എത്തുന്ന അറിയണല്ലോ. ഒന്നും അല്ല. ഇവിടെ പോലീസ് ഉണ്ടോയെന്ന് എനിക്ക് പേടി. കാരണം രാവിലെ ഒരു സമയത്ത് എല്ലാ സമയത്തും സൈഡിൽ OPP അല്ലെങ്കിൽ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പേടി. കാരണം വെറുതെ വള്ളി മേടിച്ച് വെക്കണ്ടല്ലോ. ഈ വണ്ടി പറയും എന്നോട് ചവിട്ടടാ ബാക്കിൽ നിന്ന് ഒച്ച വെക്കാം. അമ്മാതിരി ഫീലാണ്. AC ഇടാണ്ട് പറ്റുന്നില്ല. അതൊരു പെർഫോമൻസ് മോണിറ്റർ ആട്ടോ അത്. ബ്രേക്ക് ഒട്ടിക്ക്.